അങ്ങനെ സുപ്രഭാതം പൊട്ടിവിടർന്നു. ഇന്ന് നമുക്ക് എക്സ്ട്രാ ക്ലാസ് ഉണ്ട്. അതിനാണ് ഈ വെളുപ്പാങ്കാലത്തെ ഒരുങ്ങി കെട്ടിയിറങ്ങിയത്. രാഖി, ഗുഡ് മോർണിംഗ്. അങ്ങനെ അവനൊരു ഗുഡ് മോർണിംഗ് പറഞ്ഞ് ഞാൻ സ്കൂളിലേക്ക് പോയി. ഇന്ന് എനിക്കും രേവതി മാമിനും ഇൻവിജിലേറ്റേഴ്സ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു. നമ്മൾ CBSEയിലൊക്കെ പോകത്തില്ലേ ഇൻവിജിലേഷൻ ഡ്യൂട്ടിക്ക്, അതിന് മുമ്പുള്ള ഒരു ഓറിയൻറ്റേഷൻ ക്ലാസ്സിന് പോകാനുണ്ടായിരുന്നു. ഇതെന്തായത്, ഇങ്ങനൊന്നും അല്ലടാ. ഒരു വിധത്തിൽ ആ വണ്ടി ഉന്തിത്തള്ളി ഞങ്ങൾ ഇറങ്ങി. സ്കൂട്ടറിൽ യാത്ര ചെയ്തിട്ട് കുറച്ച് നാളായിരുന്നു. തമിഴ്നാട്ടിൽ അത് ഹെൽമെറ്റ് വെക്കാതെ കൊള്ളാമല്ലേ, നമ്മൾ ഹെൽമെറ്റ് വെക്കാതെ ഓടിക്കാറേ ഇല്ലല്ലോ. അപ്പോൾ എനിക്ക് ഒരാഗ്രഹം തോന്നി, കുറച്ചൊന്ന് വണ്ടി ഓടിക്കാമെന്ന്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പം രേവതി മാം എനിക്ക് ഓടിക്കാൻ തന്നു വണ്ടി. കറക്റ്റായിട്ട് എൻ്റെ തല തന്നെ രേവതി മാം വീഡിയോയിൽ എടുത്തത് കൊണ്ട് എനിക്കെൻ്റെ മുടിയുടെ ശോചനീയാവസ്ഥ മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെ സക്സസ്ഫുള്ളി ഞങ്ങൾ വീണ്ടും സ്കൂളിൽ. ബൈ ശാലിനി മാം. ഇനി നമുക്ക് 7 o'clock വരെ എക്സ്ട്രാ ക്ലാസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടേ പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ വെളുപ്പാക്കാലത്ത് കെട്ടിയിറങ്ങിയതാ, ഇതിപ്പോൾ പാതിരാത്രിയായി. കുഴപ്പമില്ല, എല്ലാം കുറച്ച് ദിവസം കൂടിയല്ലേ ഉള്ളൂ. അയ്യോ, അങ്ങനെ റൂമിലെത്തി. എനിക്കൊന്ന് കിടന്നുറങ്ങിയാൽ മതിയേ. അപ്പം ടാറ്റ ബൈ ബൈ.